നമസ്കാരം. ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഫാമിൻ്റെ ചുറ്റിൽ ഇതേപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും, ഇപ്പോൾ എൻ്റെ ഫാമാണ്, എൻ്റെ ഫാമിൻ്റെ ചുറ്റും വെള്ളം കണ്ടോ, എൻ്റെ ഫാമിൻ്റെ ചുറ്റും വെള്ളമുണ്ട്. ഫുള്ളായിട്ട് എല്ലായിടത്തും വെള്ളമാണ്. ഇതേപോലെ എല്ലായിടത്തും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവാം. എവിടെയും വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം ഇല്ലാതില്ല, എല്ലായിടത്തും ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ നമ്മൾ കോഴികൾക്ക് വളരെയധികം അസുഖങ്ങൾ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഇതെല്ലാം മലിനമായ വെള്ളമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിലൂടെ കയറി ഇറങ്ങിയൊക്കെ പോകുമ്പോൾ ഒരുപാട് അണുക്കൾ ഫാമിലേക്ക് കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് നമുക്കൊരു പ്രിവെൻഷൻ നമുക്ക് ചെയ്യണം. നമുക്ക് ഇതിപ്പോൾ എൻ്റേത് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ശരിക്കും. കാരണം അത് പിന്നെ ഇതേപോലെ തന്നെ വെള്ളം നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല വെള്ളമുണ്ട്. ഇത് ഇവിടെയൊക്കെ വെള്ളമാണ്. ഇതിനകത്തേക്ക് കയറാതിരിക്കാൻ നമ്മൾ ഇത്രയും പൊക്കി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വെള്ളം ഈ പൈപ്പ്, നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഈ പൈപ്പ് ലൈനിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഒരു ഫാമിൽ നന്നായിട്ട് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ വെള്ളത്തിൻ്റെ, അതായത് വെള്ളപ്പൊക്ക സമയം. അപ്പം നമുക്ക് ഇതിന് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ ഏത് വെള്ളം കൊടുത്താലും, പൈപ്പ് വെള്ളം കൊടുത്താലും, പിന്നെ കോർപ്പറേഷൻ വാട്ടർ കൊടുത്താലും, കിണർ വെള്ളം കൊടുത്താലും ഒക്കെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് അണുക്കൾ ആ വെള്ളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് അണുക്കൾ, കൊളിഫോമും മറ്റ് അണുക്കളും, പുറത്തുനിന്ന് വരുന്ന അണുക്കളും. ഈ വെള്ളമെല്ലാം ഒഴുകി വരുന്നതാണ്. വെള്ളമെല്ലാം പുറത്തുനിന്ന് ഒഴുകി വരുന്നത്, ഇത് പെയ്ത് നിൽക്കുന്ന വെള്ളമല്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ നിൽക്കുന്നതല്ല. ഇത് തോടാണ്. ഈ തോടായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വെള്ളം അങ്ങോട്ട് ഒഴുകി പോവുകയില്ല. പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും പൈപ്പ് ഇട്ടാലും നമ്മൾ അങ്ങോട്ട് ഒഴുകി പോവുകയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് വാട്ടർ സാനിറ്റൈസർ ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ വാട്ടർ സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട ഒരു കാര്യം. വാട്ടർ സാനിറ്റൈസർ എന്ന് പറയുന്നത് NCVT എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്. NCVT ഇത് ഏറ്റവും നല്ല ഒരു വാട്ടർ സാനിറ്റൈസറാണ്. ഇത് നമുക്ക് ആൾ കേരള ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ട്. ഏറ്റവും നല്ലതും എന്നാൽ വിലക്കുറഞ്ഞതുമായ ഒരു വാട്ടർ സാനിറ്റൈസറാണ്. ഈ വാട്ടർ സാനിറ്റൈസർ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ബേഡ്സിന് നല്ല ഒരു ഇമ്മ്യൂണൽ പവർ കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാട്ടർ സാനിറ്റൈസറാണ്. ഇതിനകത്ത് ഒട്ടുമിക്ക നല്ല ബാക്ടീരിയയെ നിലനിർത്തുകയും കൊളിഫോം പോലെയുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒരു വാട്ടർ സാനിറ്റൈസറാണ്. നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല ബാക്ടീരിയയും നിലനിൽക്കും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം എല്ലാ നല്ല അത്യാവശ്യം ഉള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ഒരു വാട്ടർ സാനിറ്റൈസർ. അത് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ ഒരു 10 ലിറ്റർ വെള്ളത്തിനകത്ത് 2 ml ആണ് ഉപയോഗിക്കേണ്ടത്. വെറും 2 ml, 10 ലിറ്റർ വെള്ളത്തിനകത്ത് 2 ml മാത്രം ഉപയോഗിച്ച് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്ക് കോഴികൾക്ക് കൊടുത്തു തുടങ്ങാം. ഇതുപോലെയൊക്കെയുള്ള ടാങ്കിലോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ലിറ്റർ വെള്ളമാണോ അതിനകത്ത് ഉപയോഗിക്കുന്നത് അതനുസരിച്ചൊരു കാൽക്കുലേഷനിൽ ആ ഒരു വാട്ടർ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലുള്ള അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണല്ലോ. വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഈ വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് അണുക്കൾ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ട് ഇങ്ങോട്ട് കയറും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് അണുക്കൾ കയറാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈർപ്പമില്ല, ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഈർപ്പമില്ലാത്തത്. ഇതിനകത്ത് വലിയ ഈർപ്പമില്ല, ഇതിനകത്ത് ഒട്ടും ഈർപ്പമില്ല. കാരണം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കോഴികളെ ഡിഫെൻഡ് ചെയ്യും. കോഴികൾക്ക് നമ്മൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിർത്തേണ്ട സാഹചര്യമുണ്ട്. അതായത് ഇത് അണുക്കളുമായിട്ട് പൊരുതി അതിനെ അതിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ എപ്പോഴും അണുക്കൾ കടക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ് മഴ സമയം. അപ്പോൾ നമ്മളതിനകത്ത് നന്നായിട്ട് ഈ ഏരിയ നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ഈ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഒരു ഡിസിൻഫെക്ഷൻ ലിക്വിഡുണ്ട്. ഡിസിൻഫെക്ഷൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഇതാണ് സാധനം, എൻസിക്കോൾ PH. ഇതിൻ്റെ ലേബൽ ഒക്കെ പോയി. എൻസിക്കോൾ PH എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് 1 ലിറ്ററിന് നമുക്ക് 370 രൂപ വിലയാണ്.
ഇത് നമുക്ക് എൻസിക്കോൾ എൻസിവിറ്റ് WT നമുക്ക് 1 ലിറ്ററിന് 360 രൂപ വിലയാണ്. ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള ഒരു സാധനമാണ്. നമുക്ക് ഇത് 1 ലിറ്റർ ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളം നമുക്ക് സാനിറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതും നമുക്ക് അതേപോലെ തന്നെ ഉപയോഗിക്കാം. എൻസിക്കോൾ PH എന്ന് പറയുന്ന സാധനം. ഈ എൻസിക്കോൾ PH നമുക്ക് വാട്ടർ സാനിറ്റൈസർ അല്ല, ഇത് ഡിസിൻഫെക്ഷൻ ലിക്വിഡാണ്. ഇത് നമുക്ക് ബേഡ്സുകളുള്ള ഫാമിൽ നമുക്ക് തളിക്കാൻ പറ്റുന്ന ഒരു ഡിസിൻഫെക്ഷൻ ലിക്വിഡാണ് ഈ ഒരു എൻസിക്കോൾ PH എന്ന് പറയുന്ന സാധനം. ഇത് ഉപയോഗിക്കേണ്ട രീതി, അപ്പോൾ ഇത് 5 ലിറ്ററിൻ്റെ ക്യാനാണ്. ഈ 5 ലിറ്ററിൻ്റെ ക്യാൻ വെള്ളത്തിന് നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു ലെവൽ വരെ നമ്മൾ 5 ലിറ്റർ വെള്ളമാണ്. നമുക്ക് ഇത് ഇത് മേടിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ബാർബർ ഷോപ്പിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ആ വെള്ളം സ്പ്രേ ചെയ്യുന്ന അതാണെങ്കിലും മതി. അപ്പോൾ ഈ 5 ലിറ്ററിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് വെറും 1 ml ആണ്. 1 ml മരുന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 1 ml ലിക്വിഡ് എടുത്താൽ മതി. ഈ ഒരു എൻസി വിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനം കോഴികളുടെ, ഇത് ഞാൻ പറഞ്ഞിരുന്നു കോഴികളുള്ള ഫാമിൽ ഉപയോഗിക്കുന്ന ഇതൊരു മില്ലിയാണ്. ഈ 1 മില്ലി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കും. ഇതിനകത്തൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അതിനകത്ത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. കോഴികളുടെ മേത്താകാത്ത സ്പ്രേ ചെയ്യുക. എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതല്ല, നിങ്ങൾ ഇത് ഇങ്ങനെ ഇതിപ്പം നമുക്ക് കോഴികളുള്ള ഫാമിൽ അകത്തടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് പുറത്തടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 ml 5 ലിറ്ററിനകത്ത് ഒരു 5 ml എടുത്തതിന് ശേഷം നമ്മൾ പുറം ഏരിയയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എൻസിക്കോൾ PH എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാവിധ അണുക്കളെയും നശിപ്പിച്ച് കളയാൻ തക്ക രീതിയിലുള്ള പവറുള്ള ഒരു മരുന്നാണ് ഈ എൻസിക്കോൾ PH എന്ന് പറയുന്ന ഈ ഒരു മരുന്ന്. ഇതൊരു ഡിസിൻഫെക്ഷൻ ലിക്വിഡാണ്. നമുക്കിതെങ്ങനെയാണ് തളിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ തളിക്കേണ്ടത് എപ്പോഴും ഇത് സാധനം ഇത് നമ്മൾ ഒരു സ്പ്രേ പോലെ വേണം നമ്മൾ വെക്കാൻ. അതായത് നമ്മൾ ഇതുണ്ടോ, ഒരു മഴ പെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഈ ഫാമിനകത്ത് നമ്മൾ കോഴിയുള്ള ഭാഗത്ത് ഇങ്ങനെ മുകളിൽ എയറിൽ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് എയറിൽ അടിച്ചു കൊടുക്കുക ഇങ്ങനെ ഫുള്ള്. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ ഇത് നീരാവി പോലെ താഴേക്ക് വന്ന് പതിക്കുകയും ഫാമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ മാറി കിട്ടും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. അതുപോലെ ഈ സൈഡ് ഇതേപോലുള്ള സൈഡിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. കോഴി ഇല്ലാത്ത ഏരിയയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് അടിച്ച് നമുക്ക് കൊടുക്കാം. പക്ഷേ നമുക്ക് ലിറ്ററിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം കോഴികളുടെ മേത്ത് ഡയറക്റ്റ് വീണു എന്ന് വിചാരിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, എങ്കിലും വീഴാതിരിക്കലാണ് നല്ലത്. നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഒരു മഴവെള്ളം വീഴുന്നത് പോലെ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ മേപ്പോട്ട് പിടിച്ച് അടിച്ചു കൊടുക്കാം നന്നായിട്ട്. അതാണ് ഇത് ചെയ്യേണ്ട രീതി. ഇപ്പോൾ ഫാമിൽ നമുക്ക് ഇതേപോലെയുള്ള മഴ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കോഴികൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 സാധനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ 2 സാധനങ്ങൾ കിട്ടുന്ന നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി. വാട്ടർ സാനിറ്റൈസറിന് 360 രൂപ 1 ലിറ്ററിന്. നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ ലിക്വിഡിന് നമുക്ക് 370 രൂപയാണ് 1 ലിറ്ററിന്. അപ്പോൾ നിങ്ങൾ ഈ ആവശ്യമുള്ളവർ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. നമ്മുടെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ ലിക്വിഡ് ഫാമിൽ തളിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വാട്ടർ സാനിറ്റൈസർ എല്ലാ ദിവസവും ഉപയോഗിക്കണം. എല്ലാ ദിവസവും വാട്ടർ സാനിറ്റൈസർ ഉപയോഗിക്കുക. അപ്പോൾ കോഴികൾ നല്ല ആരോഗ്യത്തോടും ഈ തണുപ്പും കാര്യങ്ങളും ഒക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ വീട്ടിലെത്തും. എൻ്റെ നമ്പറല്ല, ഇത് വേറൊരു നമ്പറാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഓക്കെ, താങ്ക് യു. Kenapa